സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, ഏലിയാവിൻ പുതപ്പെവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ, ഏലിയാവിൻ പുതപ്പെവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ. പ്രൈസ് ദി ലോർഡ്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിങ്കൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിലൂടെ കർത്താവിൻ്റെ വചനവുമായി കടന്നു വരുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഭാരതം 75ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ദിവസമാണ്. നാം ഭാരതീയരായിരിക്കുന്ന നാം ഓരോരുത്തരും ഓരോ സ്വാതന്ത്ര്യദിനം കടന്നു വരുമ്പോഴും ഓരോ ഭാരതീയരുടെ മനസ്സിലും കടന്നു വരാറുള്ള ചിന്തയുണ്ട്. ഇന്നേക്ക് 75 വർഷങ്ങൾക്ക് മുൻപ് സ്വാതന്ത്ര്യമില്ലാതെ അടിമത്തത്തിൻ്റെ അനുഭവത്തിലായിരുന്ന നാം ഭാരതീയർ, മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള അനേക മഹാന്മാർ ചോര കൊടുത്തും ജീവൻ കൊടുത്തും നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഭാരതീയർ അഭിമാനം കൊള്ളുന്നവരാണ്. എന്നാൽ ഇന്നേക്ക് 2021 വർഷങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും ഒരു രാജ്യത്തിനോ ഏതെങ്കിലും ഒരു മതത്തിനോ വർഗത്തിനോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ മാത്രമല്ലാതെ മുഴുവൻ ലോകത്തിനും സ്വാതന്ത്ര്യം നൽകിത്തരുന്നതിന് വേണ്ടി സാക്ഷാൽ ദൈവം മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിൽ പ്രവേശിച്ചു. ഒരു മനുഷ്യനും നൽകിത്തരുവാൻ കഴിയാത്ത സ്വാതന്ത്ര്യം എന്ന് പറയുവാൻ കാരണം ആദാമിൻ്റെ പാപം മൂലം മാനവജാതി മുഴുവനും പാപത്തിന് അടിമകളായി തീർന്നപ്പോൾ അതിൽ നിന്നും ഒരു മോക്ഷം പ്രാപിക്കുവാൻ വേണ്ടി മനുഷ്യൻ പല വിധത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി ഒടുവിൽ പരാജയപ്പെട്ടപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യവേഷമെടുത്ത് ഈ ഭൂമിയിൽ അവതരിച്ചു. യേശു കർത്താവ് മാനവജാതിയുടെ മുഴുവൻ പാപത്തിനും ശാപത്തിനും കാൽവറി ക്രൂശിൽ പരിഹാരം വരുത്തി. ആമേൻ. സ്തോത്രം. അത്ര വലിയ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന ആ കർത്താവിനെ നാം ഏതെങ്കിലും ഒരു ആണ്ട് കൂടുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും ഓരോ ദൈവ പൈതലും നന്ദിയോടെ ഓർക്കുവാൻ കടപ്പെട്ടവരാണ്. ആമേൻ. കർത്താവ് നമുക്ക് നൽകി തന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നൽകി തന്ന സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യയെങ്കിൽ അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന വിഷയം വിശ്വാസവീരന്മാരിൽ യോശുവ എന്നുള്ളതാണ്. യോശുവയെ കുറിച്ച് നാം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാറുള്ള ഒരു വാക്യമുണ്ട്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം: ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യം പലപ്പോഴും അനേക ദൈവമക്കളുടെ വീടുകളിൽ വാക്യബോർഡായി എല്ലാം കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ എല്ലാ ഹൃദയത്തിൽ ഈ വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. കുടുംബമായി കർത്താവിനെ സേവിക്കുവാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഏറ്റവും വലിയ ഭാഗ്യമാണ് കുടുംബമായി നാം കർത്താവിനെ സേവിക്കുക എന്നുള്ളത്. ആമേൻ. സ്തോത്രം. യോശുവയുടെ കുറിച്ചുള്ള ചിന്തയിലേക്ക് കടക്കുന്നതിന് മുൻപ് അല്പസമയത്തെ വേദവചന ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും യോശുവയുടെ പുസ്തകത്തിൽ നിന്നും തന്നെ ഒരു വേദവാക്യം വായിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു.
യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. ഹായ് പട്ടണക്കാരെ ഒക്കെയും നിർമൂലമാക്കും വരെ കുന്തം ഏന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല. നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കുന്ന മോശയുടെ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങൾ ന്യായപ്രമാണ പുസ്തകങ്ങളാണ്. അതിനുശേഷം വരുന്ന 12 പുസ്തകങ്ങൾ, യോശുവ മുതൽ എസ്തേർ വരെയുള്ള 12 പുസ്തകങ്ങൾ ചരിത്ര പുസ്തകങ്ങളാണ്. ഈ ചരിത്ര പുസ്തകങ്ങളിൽ ആദ്യത്തെ പുസ്തകമാണ് യോശുവയുടെ പുസ്തകം. ചരിത്രമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 24 അധ്യായങ്ങളും 658 വാക്യങ്ങളുമാണ് ഈ പുസ്തകത്തിലുള്ളത്. മിസ്രൈമിലായിരുന്ന ഇസ്രായേലിന് 2 വാഗ്ദത്തങ്ങളാണ് ദൈവം നൽകിയത്. 1, ഫറവോന്റെ അടിമത്തത്തിൽ നിന്നുമുള്ള വിടുതൽ. 2, വാഗ്ദത്ത ദേശം അവകാശമാക്കുക. ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിക്കുന്നതിന്റെ ചരിത്രമാണ് യോശുവയുടെ പുസ്തകം. ഇസ്രായേൽ മക്കൾ കനാൻ ദേശം ജയിച്ചടക്കുന്നതാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. യോശുവ എന്ന പേരിന്റെ അർത്ഥം നമുക്കറിയാം, യഹോവ രക്ഷിക്കുന്നു. ഗ്രീക്കിൽ യേശു എന്ന പേരിന്റെ എബ്രായ രൂപമാണ് യോശുവ എന്നുള്ളത്. യോശുവയുടെ പുസ്തകം എഴുതിയത് യോശുവ തന്നെയാണ്. എന്നാൽ അതിന്റെ അവസാനത്തെ 5 വാക്യങ്ങൾ ഫിനഹാസ് ആണ് എഴുതിയതെന്ന് വേദ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ആരാണ് ഈ യോശുവ? നമുക്കറിയാം, എഫ്രൈം ഗോത്രത്തിൽ നൂന്റെ മകനാണ് യോശുവ. അവന്റെ ഗോത്രത്തിൽ നിന്നും അവന് ലഭിച്ച പേര് ഹോശയ എന്നായിരുന്നു. എന്നാൽ മോശ അവനെ യോശുവ എന്ന് വിളിച്ചു. നമ്പേഴ്സ് 13:8, 13-16 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം പേര് മാറ്റിയ വ്യക്തികളെ നമുക്കറിയാം. അബ്രഹാമിനെ ദൈവം അബ്രഹാം എന്ന് വിളിച്ചു. അബ്രഹാമിന്റെ ഭാര്യയായ സാറായിയെ ദൈവം സാറ എന്ന് വിളിച്ചു. അതുപോലെ യാക്കോബിനെ ദൈവം ഇസ്രായേലാക്കി മാറ്റി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശൗലിനെ ദൈവം പൗലോസ് ആക്കി മാറ്റി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജനം വിളിച്ചിരുന്ന പേരുണ്ടായിരുന്നു. എന്താണത്? തച്ചന്റെ മകനെന്നും മറിയയുടെ മകൻ എന്നുമൊക്കെയാണ് യേശു കർത്താവിനെ വിളിച്ചിരുന്നത്. എന്നാൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ യോർദാനിൽ സ്നാനമേൽക്കുമ്പോൾ സ്വർഗം തുറന്നു പിതാവായ ദൈവം യേശു കർത്താവിനെ വിളിച്ചു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയ ദൈവത്തിലെ ലോകം നിന്നെ ഏത് പേരിട്ട് വിളിച്ചാലും നമ്മുടെ അരുമനാഥനായ കർത്താവ്, നമ്മുടെ ദൈവം ഓമന പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാ. നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഓമന പേർ ചൊല്ലി വിളിക്കുന്നു. യോസെഫിനെ സ്വപ്നക്കാരൻ എന്ന് സഹോദരന്മാർ വിളിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഈ ലോകം നിന്നെ എന്ത് വിളിക്കുന്നു എന്നുള്ളതല്ല, കർത്താവ് നമ്മെ എന്ത് വിളിക്കുന്നു എന്നുള്ളതാണ് വിഷയം. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരുവന്റെ പേര് മാറ്റിയാൽ അതിനർത്ഥം ആ വ്യക്തിയിലൂടെ ദൈവത്തിന് വലിയ കാര്യങ്ങളെ ചെയ്യുവാനുണ്ടെന്നത്രേ. പ്രിയ ദൈവത്തിലെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരുടെയും പേര് ദൈവം മാറ്റിയിട്ടുണ്ട്. എന്തായിരുന്നു നമുക്ക് മുൻപുണ്ടായിരുന്ന പേര്? നമ്മൾ ആദ്യം ഇരുട്ടിലായിരുന്നു. എന്നാൽ ആ അന്ധകാരത്തിൽ നിന്നും ദൈവം നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ട് നമുക്കിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയാമോ? കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നമ്മുടെ പേരെന്താ? ആമേൻ, ദൈവമക്കൾ. ആമേൻ, ഇതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ് വേണ്ടത്? ആമേൻ, സ്തോത്രം. ഈ ലോകവും അതിലുള്ളതിനെ ഒക്കെയും ഉണ്ടാക്കിയ ദൈവം നമ്മെ മകനെ മകളെ എന്ന് വിളിക്കുന്നതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ് നമുക്ക് ഈ ലോകത്തിലുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോശുവ ദൈവാത്മാവുള്ള മനുഷ്യനായിരുന്നു. മോശയുടെ ശുശ്രൂഷകനായിരുന്നു യോശുവ. കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയ 12 പേരിൽ യോശുവയും കാലേബും മാത്രം വിശ്വാസമുള്ളവരും വിശ്വസ്തതയുള്ളവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ മോശയുടെ കാലശേഷം ദൈവം യോശുവയെ ഇസ്രായേലിന്റെ നേതാവായി തിരഞ്ഞെടുക്കുവാൻ മോശയോട് കൽപ്പിച്ചു. മോശയുടെ ഈ കൈവെപ്പിലൂടെ മോശയിലുള്ള ചുമതല ദൈവം യോശുവയിലേക്ക് കൈമാറുകയായിരുന്നു. ആമേൻ, സ്തോത്രം. ഏകദേശം 6 വർഷക്കാലം കൊണ്ട് യോശുവ കനാനിൽ പ്രവേശിച്ചു. അതിനിടയിൽ യെരിഹോ ഉൾപ്പെടെയുള്ള ഒട്ടനവധി സ്ഥലങ്ങൾ യോശുവ കൈവശമാക്കി അവൻ അവരുടെ ഉടമ്പടിയെ പുതുക്കുവാനിടയായി തീർന്നു. ആമേൻ, സ്തോത്രം. ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത നാട്ടിലെത്തിക്കുവാൻ, കനാൻ നാട്ടിലെത്തിക്കുവാൻ മോശയ്ക്ക് കഴിയാതെ വന്നപ്പോൾ ദൈവം യോശുവയിലൂടെ അത് സാധ്യമാക്കി തീർത്തു. ആമേൻ. മോശ പ്രാർത്ഥനാ വീരനെങ്കിൽ യോശുവ യുദ്ധവീരനാണ്. മോശ ന്യായപ്രമാണത്തെയും യോശുവ കൃപായുഗത്തെയുമാണ് കാണിക്കുന്നത്. ന്യായപ്രമാണത്തിന് കഴിയാതെ വന്നത്, ആമേൻ, സ്തോത്രം, ദൈവം യേശു കർത്താവിലൂടെ, ആമേൻ, സ്തോത്രം, ന്യായപ്രമാണത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആമേൻ കർത്താവായ യേശു ക്രിസ്തു മാനവജാതിയുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിൽ അവതരിച്ചു. ആമേൻ. യോശുവ ഇസ്രായേലിനെ ആമേൻ കനാന്യരിൽ നിന്നും രക്ഷിച്ചപ്പോൾ നമ്മുടെ യേശു കർത്താവ് മാനവജാതിയെ മുഴുവനും അവരുടെ പാപത്തിൽ നിന്നും രക്ഷിച്ചു. ആമേൻ, സ്തോത്രം. യോശുവ ഇസ്രായേലിന്റെ നേതാവും നായകനും നടത്തിപ്പുകാരനുമായിരുന്നെങ്കിൽ, ആമേൻ, പ്രിയ ദൈവമക്കളെ,
നമ്മുടെ നേതാവും നമ്മുടെ നായകനും നമ്മുടെ നടത്തിപ്പുകാരനും എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകയാൽ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ആമേൻ, മോശയുടെ മരണശേഷം ആമേൻ യോശുവയ്ക്ക് ദൈവം കൊടുക്കുന്ന അതിമഹത്തായ വാഗ്ദത്തങ്ങളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഈ വാഗ്ദത്തങ്ങൾക്ക് ജനം എടുക്കുന്ന തീരുമാനവും നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ശിത്തീമിൽ നിന്ന് 2 പേരെ യോശുവ യെരിഹോ ഒറ്റുനോക്കുവാനായി അയക്കുകയാ. ആമേൻ. സ്തോത്രം. അവർ രാഹാബിന്റെ അടുക്കൽ, കോട്ടമതിലിന്മേൽ താമസിച്ചിരുന്ന രാഹാബിന്റെ അടുക്കൽ അവർ ചെന്നെത്തുവാനിടയായി തീർന്നു. അവിടെ എത്തിയപ്പോൾ രാഹാബിൽ നിന്നും അവർ മനസ്സിലാക്കിയ ഒരു വസ്തുത എന്ന് പറയുന്നത് 2-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ദൈവമക്കളെ കുറിച്ചുള്ള ഭീതി ശത്രുവിന്റെ മേൽ വീണിരിക്കുന്നു എന്ന് രാഹാബിലൂടെ അവർ മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. എന്താ ഭീതി വരാൻ കാരണമെന്നറിയാമോ? ആമേൻ. സ്തോത്രം. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരോട് നിങ്ങൾ ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. ആമേൻ. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. കൂടാതെ ആമേൻ, രാഹാബ് ഇപ്രകാരം പറയുകയാ, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവം ആകുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രിയ ദൈവവൈതലേ, ആമേൻ, ശത്രുവിന് നിന്നെ കുറിച്ചുള്ള ചിന്തകൾ എന്താണെന്ന് അറിയാമോ? ആമേൻ, നിനക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ ആമേൻ, സ്തോത്രം, ഓരോ അത്ഭുതങ്ങളും ശത്രുവിന്റെ ഹൃദയത്തെ ഉരുക്കുന്നതാ. ആമേൻ, അവന്റെ ചൈതന്യം ഇല്ലാതാക്കുന്നതാ. ആമേൻ. സ്തോത്രം. രാഹാബിലൂടെ അവർ അത് മനസ്സിലാക്കുവാനിടയായി തീർന്നു. ആമേൻ. സ്തോത്രം. ഈ 2 വ്യക്തികൾ അവരുടെ ഭവനത്തിൽ കടന്നു വന്നുവെന്ന് യെരിഹോ രാജാവ് കേട്ടാൽ, ആ ദേശനിവാസികൾ കേട്ടാൽ അവളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. പക്ഷേ ആ രാജാവിനേക്കാൾ, അവളുടെ രാജ്യത്തെക്കാളും, രാജ്യത്തിലെ ആമേൻ ജനങ്ങളെക്കാളും ആമേൻ ഇസ്രായേലിന്റെ ദൈവത്തെ രാഹാബ് വിശ്വസിക്കുകയാ. ആമേൻ. സ്തോത്രം. മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ആമേൻ ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവവുമില്ല. ആമേൻ. പ്രിയ ദൈവത്തിലെ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവവുമില്ല. ഹല്ലേലൂയ. ഏക സത്യ ദൈവമായ, നിത്യ ദൈവമായ കർത്താവിനെ അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത് 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ. സ്തോത്രം. അവർ ആമേൻ യോർദാൻ കടക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നു. യോശുവ പറയുന്ന ഒരു വാക്യമുണ്ട് 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തില്. ആമേൻ. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. ഒരു അത്ഭുതത്തിന്, ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ, ആമേൻ, ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തില് ഒരു അത്ഭുതം നടക്കണമെങ്കിൽ ശുദ്ധീകരണത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ആമേൻ. യോശുവ പറയുകയാണ്, ആമേൻ, നിങ്ങളെ ശുദ്ധീകരിപ്പിൻ. ഹല്ലേലൂയ. അവൻ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. ശുദ്ധീകരണം ഉള്ളയിടത്ത് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ജനം ശുദ്ധീകരിച്ചപ്പോൾ, തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചപ്പോൾ ആമൻ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. എന്താ വെളിപ്പെട്ടത്? ആമൻ. സ്തോത്രം. അവർക്ക് തടസ്സമായി നിന്ന യോർദാൻ വഴിമാറുകയാ യഹോവയുടെ നാമത്തിൽ. ആമൻ. സ്തോത്രം. ശുദ്ധീകരണത്തോടെ ദൈവസന്നിധിയോട് അടുത്തു വരുന്ന ഏതൊരു ദൈവ പൈതലിന്റെ മുൻപിൽ ആമൻ യോർദാൻ വഴിമാറുകയാ. ആമൻ. ദൈവ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാ. സ്വന്തം കഴിവുകൊണ്ടല്ല, കർത്താവ് ആ ദൈവ പൈതലിന് വേണ്ടി അവൻ അത്ഭുതങ്ങളെ ചെയ്യുകയാ. ആമേൻ. സ്തോത്രം. അതെ, അവർ യോർദാൻ കടന്നു. ആമേൻ. അതിനുശേഷമാ അവൻ യെരിഹോ പട്ടണം അവർ കീഴടക്കുന്നത് കാണുവാൻ കഴിയുന്നത്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമേൻ. സ്തോത്രം. ആമേൻ. ഈ ഇസ്രായേൽ മക്കളെ പേടിച്ചിട്ട് ആമേൻ യെരിഹോ അടച്ചു ഉറപ്പാക്കിയിരിക്കുകയാ. ആമേൻ. സ്തോത്രം. എന്നാല് ആമേൻ, ഹല്ലേലൂയ, അവർ 6 ദിവസം ആ പട്ടണത്തെ ചുറ്റി വലയം ചെയ്ത് ഓരോ പ്രാവശ്യം ആമേൻ, സ്തോത്രം, പോകുന്നതിന് ശേഷം 7-ാം ദിവസം നമുക്കറിയാവുന്ന ചരിത്രമാ. ആമേൻ. സ്തോത്രം. അവർ ആർപ്പിട്ടപ്പോൾ, അവർ ഒരുമിച്ച് ആർപ്പിട്ടപ്പോൾ യെരിഹോ അവരുടെ മുൻപിൽ തകർന്നു വീണുവാനിടയായി തീർന്നു. ആമേൻ. ഈ 2 അത്ഭുതങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ അവർ വളരെ സന്തോഷത്തോടുകൂടെ ആമേൻ. സ്തോത്രം, ഹായി പട്ടണം പിടിക്കുവാനായി പോകുന്ന ആമേൻ വാർത്തയാണ്, കാഴ്ചയാണ് 7-ാം അധ്യായം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ 6-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്: അങ്ങനെ യഹോവ യോശുവയോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ കീർത്തി ദേശത്ത് എല്ലായിടവും പരന്നു. ആമേൻ. സ്തോത്രം. അപ്പോൾ കർത്താവ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടത്രേ ആമേൻ. സ്തോത്രം. ആമേൻ. യോർദാൻ കടക്കുവാനും യെരിഹോ വീഴുവാനും ഇടയായി തീർന്നത്. അതുകൊണ്ട് തന്നെ അവർ ഹായി പട്ടണം പിടിക്കുവാൻ പോകുകയാ. അവിടെ 2-ാം അധ്യായം 2-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ, യോശുവ യെരിഹോവിൽ നിന്ന് ബേഥേലിന് കിഴക്ക് ബേഥാവിന്റെ സമീപത്തുള്ള ഹായിയിലേക്ക് ആളുകളെ അയച്ച് അവരോട്, നിങ്ങൾ ചെന്ന് ദേശം ഒറ്റുനോക്കുവീൻ എന്ന് പറഞ്ഞു.
ആമേൻ സ്തോത്രം. അവർ ചെന്ന് ഹായിയെ ഒറ്റുനോക്കിയിട്ട് അവർ വന്ന് പറയുന്ന അഭിപ്രായം എങ്ങനെയാണ്? ജനമെല്ലാം പോകണമെന്നില്ല, ഹായിയെ ജയിച്ചടക്കുവാൻ 2000-3000 മാത്രം പോയാൽ മതി. ആമേൻ സ്തോത്രം. ഹായി എന്ന വാക്കിന്റെ അർത്ഥം കൂമ്പാരം എന്ന. ആമേൻ സ്തോത്രം. അവർ കടന്നു വന്ന പ്രതിസന്ധിയെ ഹായിയുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ അത് വലിയ സംഭവമായി ഒന്നും അവർക്ക് തോന്നിയില്ല. ആമേൻ സ്തോത്രം. അത് ജയിച്ചടക്കുവാനായി ഒരു 2000-3000 മാത്രം പോയാൽ മതി. ആമേൻ, ഇത്രയും വലിയ ഒരു പ്രതിസന്ധിയെ നമ്മൾ കടന്നു വന്നെങ്കിൽ ആമേൻ ഇതിനെയും ജയിക്കുവാൻ നമുക്ക് കഴിയും എന്നാണ് ആമേൻ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ, അവരുടെ വാക്കിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. എന്നാൽ അവർ മുൻപ് കടന്നു വന്ന ആ പ്രതിസന്ധിക്ക് മുൻപിൽ ആമേൻ സ്തോത്രം യോശുവയും ജനവും എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. ആമേൻ ചില വിശുദ്ധിയുടെ മാനദണ്ഡങ്ങൾ, ആമേൻ കർത്താവിൽ നിന്നും അരുളപ്പാട് പ്രാപിക്കുന്ന അനുഭവങ്ങൾ ഒക്കെയും അവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ ഈ ഭാഗം വായിച്ചപ്പോൾ അപ്രകാരം ഒരു സംഭവം കാണുവാൻ കഴിയുന്നില്ല. ആമേൻ ജനത്തിന്റെ അഭിപ്രായം കേട്ട് ആമേൻ അത് പട്ടണം ഒറ്റുനോക്കുവാൻ പോയി തിരിച്ചു വന്ന ജനത്തിന്റെ അഭിപ്രായം മാത്രം കേട്ടിട്ട് ആമേൻ യോശുവ അടുത്ത സ്റ്റെപ്പ് എടുത്തു വെക്കുകയാണ്. ആമേൻ സ്തോത്രം. വിചാരിച്ചു ആമേൻ കർത്താവരോട് കൂടെയുണ്ടെന്ന് വിചാരിച്ചു, യഹോവരുടെ കൂടെയുണ്ടെന്ന് വിചാരിച്ചു കാണുമായിരിക്കും. ആമേൻ സ്തോത്രം. എന്നാൽ അവർ പോയി വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? അവർ ഹായി പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റോടി. ആമേൻ. ഹായി പട്ടണക്കാർ അവരിൽ 36ഓളം പേരെ കൊന്നു. ആമേൻ സ്തോത്രം. വലിയ ഒരു നിരാശയുടെ അനുഭവം, വേദനയുടെ അനുഭവത്തിലേക്ക് അവർ കടന്നു വന്നു. ആമേൻ സ്തോത്രം. ജനത്തിന്റെ ഹൃദയം ഉരുകി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വെള്ളം പോലെ ആയി തീർന്നു. ആമേൻ. യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിന്റെ മുൻപിൽ ഇസ്രായേൽ മൂപ്പന്മാരും യോശുവയും ആമേൻ വൈകുന്നേരം വരെയും കവിണ്ട് വീണ് കിടന്ന് കരയുകയാ. ആമേൻ, എവിടെയാ തെറ്റിപ്പറ്റിയത്? എന്താ പ്രശ്നം? എന്താ സംഭവിച്ചത്? ആമേൻ, 2 ജയങ്ങൾ ഞങ്ങൾക്കുണ്ടായതാണല്ലോ, ഈ 3-ാമത്തെ തവണ എന്ത് പറ്റി? ആമേൻ, അവർക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു അവിടെ ഹൃദയത്തിൽ ഭാരം. ആമേൻ, തലേ ദിവസം വരെ ആമേൻ കൂടെ ഉണ്ടായിരുന്ന ആമേൻ സ്തോത്രം ചിലർ, ആമേൻ ഹല്ലേലൂയ 36 പേര് ഇന്ന് അവരോട് കൂടെ ഇല്ല. ആമേൻ, നമ്മുടെ വീട്ടിലോ നമ്മുടെ സഭയിലോ ആമേൻ ആരെങ്കിലും ആമേൻ ലോകത്തിൽ നിന്നും വേർപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ആമേൻ ചില നാളുകൾ ആ ഭാരം നിൽക്കും. അങ്ങനെയെങ്കിൽ ആമേൻ സ്തോത്രം ഈ ജനത്തെ യോശുവയെ ഏൽപ്പിച്ചിട്ട് ഇതാ 36 പേര് ആമേൻ ശത്രുവിന്റെ മുൻപിൽ ശത്രുവിന്റെ വാളിനിരയായി തീർന്നിരിക്കുകയാണ്. എന്താ സംഭവിച്ചത്? എവിടെയാ പരാജയം പറ്റിയത്? ആമേൻ സ്തോത്രം. ആദ്യം അവർ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവർ ഹൃദയം ഉരുകി ദൈവസന്നിധിയിൽ വളരെ ഭാരത്തോടുകൂടെ ആമേൻ കരയുന്ന ആ സന്ദർഭങ്ങളിൽ യഹോവ യോശുവയോട് അരുളി ചെയ്യുന്നു, ആമേൻ എഴുന്നേൽക്ക. ആമേൻ, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണുകിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. നമുക്കറിയാം എന്താ അവിടെ സംഭവിച്ചത്, നമുക്കറിയാം. ഹല്ലേലൂയ. 7-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ആമേൻ ഇസ്രായേൽ മക്കൾ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു അകൃത്യം ചെയ്തു. യഹൂദാ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകനാകാൻ ആമേൻ ശപഥാർപ്പിത വസ്തുവിൽ ചിലത് എടുത്തു. യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചു. ഇതറിയാതെയാണ് ഹായിയുടെ നേരെ ആമൻ യുദ്ധത്തിനായി കടന്നു ചെന്നത്. ഹല്ലേലൂയ. യഹോവയുടെ പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ ഇസ്രായേൽ പാപം ചെയ്തു. അവൻ പാപം ചെയ്തത് ഒരു വ്യക്തിയാ, എന്നാൽ ദൈവം ഇവിടെ പറയുന്നത് അവൻ ഇസ്രായേൽ പാപം ചെയ്തു എന്ന. ആമേൻ സ്തോത്രം. ആദാം പാപം ചെയ്തപ്പോൾ ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യരും മാനവകുലം മുഴുവനും പാപികളായി ഭവിച്ചു. ആമേൻ എന്നതുപോലെ തന്നെ ഇവിടെ ഇതാ ഒരു വ്യക്തി പാപം ചെയ്തപ്പോൾ അത് ഇസ്രായേലിന്റെ പാപമായി മാറി. ഒരു വ്യക്തിയിലുണ്ടായ ആമേൻ ആ പരാജയം, ആമേൻ സ്തോത്രം, ഒരു വ്യക്തി ചെയ്ത ആ തെറ്റ് ആമേൻ 36 പേരുടെ ജീവൻ നഷ്ടപ്പെടുവാൻ കാരണമായി തീർന്നു. ആമേൻ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നീതിയുള്ള ദൈവമാ, അനീതിയുടെ ദൈവമല്ല. ഹല്ലേലൂയ. നാം എത്ര ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും കർത്താവിന്റെ വിശുദ്ധിക്ക് ആമേൻ മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആമേൻ വീഴ്ചകൾ ഉണ്ടെങ്കിൽ, പരാജയങ്ങൾ ഉണ്ടെങ്കിൽ ആമേൻ സ്തോത്രം കർത്താവിന് പ്രവർത്തിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ദൈവം വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവം അത്രേ. ഇവിടെ ഇതാ ആമേൻ സ്തോത്രം തലേ ദിവസം ആമേൻ ആ നേടിയെടുത്ത ആ വിജയത്തിൽ ഒപ്പം യുദ്ധം ചെയ്യാൻ ഉണ്ടായിരുന്ന വ്യക്തിയാ ഈ ആഗാൻ എന്ന് പറയുന്നത്. ആമേൻ യഹോവയ്ക്കും യോശുവയ്ക്കും വേണ്ടി എന്ന് ആർത്ത ആകാൻ ആമേൻ ചില കാഴ്ചകൾ കണ്ടപ്പോൾ, ആമേൻ സ്തോത്രം അവന്റെ കണ്ണ് മഞ്ഞളിക്കുന്ന ചില കാഴ്ചകൾ കണ്ടപ്പോൾ ആമേൻ സ്തോത്രം അവൻ പെട്ടെന്ന് ആമേൻ കർത്താവിന്റെ കൽപ്പനകൾ മറക്കുവാനിടയായി തീർന്നു. ആമേൻ ആകാൻ പാപം ചെയ്തു. ഹല്ലേലൂയ. അവൻ പറയുന്നുണ്ട്, അവൻ കണ്ടു, മോഹിച്ചു, എടുത്തു. പ്രിയദേവൈതലേ, ഈ ലോകത്തിൽ നാം ആത്മീയ യുദ്ധക്കളത്തിലാ. ആമേൻ ലോകത്തിൽ പലതും നമ്മെ മോഹിപ്പിക്കുന്നതുണ്ടായിരിക്കാം. പക്ഷെ കാണുന്നതെല്ലാം അനുകരിക്കുവാനോ എടുക്കുവാനോ ഒരു ദൈവ പൈതലിന്റെ അവകാശമില്ല.
ആമേൻ സ്തോത്രം. ആമേൻ നാം ഈ സുവിശേഷ വേല ചെയ്താലും നാം പ്രസംഗിച്ചാലും പ്രാർത്ഥിച്ചാലും പാടിയാലും ആമേൻ ഹല്ലേലൂയ ആമേൻ ഈ ലോകത്തിലുള്ള പലതിനെയും അനുകരിച്ച് അതിനെ എടുത്ത് ആമേൻ അതിനെ മൂടി വെച്ചിട്ട് നാം എത്ര പ്രാർത്ഥന കഴിച്ചാലും നാം എത്ര വിശ്വാസിയാണെന്ന് പറഞ്ഞാലും ഒരു ദൈവപ്രവൃത്തിയും വെളിപ്പെടുകയില്ല. ആമേൻ ഹല്ലേലൂയ. എന്നാൽ നീക്കേണ്ടതിനെ നീക്കിയപ്പോൾ ആമേൻ ഇസ്രായേലിന്റെ നടുവിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. ആമേൻ ആകാൻ ചെയ്ത പാപം ആമേൻ സ്തോത്രം അതിനെ നീക്കി കളഞ്ഞപ്പോൾ ആമേൻ കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതായി 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ സ്തോത്രം. ആമേൻ ആ സ്ഥലത്തിന് ആമേൻ ആകാനെയും അവനുള്ളതൊക്കെയും തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അത് ആഗോർ താഴ്വര എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഹോശിയ പ്രവചനം 2-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. ആമേൻ പ്രത്യാശയുടെ വാതിലായി ആഗോർ താഴ്വരയെ കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കൃപായുഗത്തിലേക്ക് വരുമ്പോൾ ആമേൻ ഏത് ശാപത്തിന്റെ അവസ്ഥയെയും മാറ്റി ആമേൻ ശാപത്തിന്റെ താഴ്വര എന്ന് പറഞ്ഞത് ആഗോർ താഴ്വര എന്ന് പറഞ്ഞത് ആമേൻ അതിനെ പ്രത്യാശയുടെ വാതിലാക്കി മാറ്റുവാൻ നമ്മുടെ യേശു കർത്താവിന് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ പലപ്പോഴും ജീവിതത്തിൽ ഞാൻ ശപിക്കപ്പെട്ടവളാ, പലപ്പോഴും എന്റെ ജീവിതത്തിൽ ആമേൻ ഒന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ആഗ്രഹിച്ചിട്ടും കഴിയുന്നില്ല, ഇതെന്റെ തലവരയാ എന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിക്കുന്ന അവസ്ഥകൾ പലപ്പോഴും ആമേൻ ഓരോ വ്യക്തി ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പക്ഷേ ഏത് ശാപത്തെയും അനുഗ്രഹമാക്കി മാറ്റുവാൻ അധികാരമുള്ള യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നു. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാം വാക്യത്തില് ഇപ്രകാരമായി യഹോവ യോശുവയോട് അരുളി ചെയ്യുന്നത് ആമേൻ ഭയപ്പെടരുത്, വിഷാദിക്കുകയുമരുത്. ഒരു പരാജയം സംഭവിച്ചു കഴിയുമ്പോൾ ആമേൻ സ്തോത്രം ഭയവും വിഷാദവും സ്വാഭാവികമാ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. ആമേൻ സ്തോത്രം. എന്നാൽ കർത്താവ് യോശുവയെ അധികം വിഷമിപ്പിക്കുന്നില്ല. കാരണം അവനങ്ങനെ വിഷമിച്ച് കിടക്കേണ്ട ആളല്ല. ആമേൻ സ്തോത്രം. അവനിലൂടെ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി എത്രയും വേഗം കർത്താവിന്റെ വാഗ്ദത്തം അവനെ തേടി ചെല്ലുകയാ. ആമേൻ ഭയപ്പെടരുത്, വിഷാദിക്കുകയുമരുത്. പടജ്ജനത്തെയൊക്കെയും കൂട്ടി ഹായിലേക്ക് പുറപ്പെട്ടു ചെല്ലുക. ഞാൻ ഹായി രാജാവിനെയും അവന്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ എത്രമാത്രം സ്നേഹമുള്ള ദൈവമാണല്ലേ നമ്മുടെ പിതാവ്. ആമേൻ സ്തോത്രം. അവൻ ഒരു പരാജയം നേരിട്ടപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ തകർന്നു പോയി എന്ന് അവൻ പിശാച് വിചാരിച്ചു കാണും. പക്ഷേ കർത്താവിന്റെ വാഗ്ദത്തത്തിന് ഒരു മാറ്റവുമില്ല. യോശുവയെ കുറിച്ച് ദൈവം എന്തൊക്കെ പദ്ധതികൾ ഇട്ടിട്ടുണ്ടോ ആമേൻ അത് പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി തന്നെ ആമേൻ കർത്താവ് തീരുമാനിച്ചിരിക്കുമ്പോൾ ആമേൻ ഒരു ശത്രുവിനും അതിനെ തടുക്കുവാൻ കഴിയുകയില്ല. അവനെ നീക്കേണ്ടതിന് അതിനിടയിൽ നിന്ന് നീക്കിയപ്പോൾ അവൻ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. അവൻ സ്തോത്രം. ഒരു കാര്യം ഞാൻ അതിനിടയിൽ പറയുവാനായി വിട്ടുപോയി. അവൻ സ്തോത്രം ആകാൻ പാപം ചെയ്തു എന്നറിഞ്ഞപ്പോൾ അവൻ സ്തോത്രം യോശുവ ആകാനെ വിളിക്കുന്ന ഒരു വാക്കുണ്ട്. അവൻ യോശുവ ആകാനെ വിളിക്കുകയാണ് മകനെ. മകനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക. ആമേൻ സ്തോത്രം. ഈ ആകാനെ ആ സമയത്തും ഇത്ര വലിയ പാപം ചെയ്തിട്ടും 36ഓളം പേരുടെ ജീവൻ അപഹരിക്കപ്പെട്ടിട്ടും ആമേൻ സ്തോത്രം അവനെ യോശുവ വിളിക്കുന്ന പേരാണ് മകനെ എന്ന്. ആമേൻ ഹല്ലേലൂയ. ആമേൻ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസം തോന്നിയാൽ മറ്റൊരു പേരിട്ട് വിളിക്കുവാൻ ഒരു ദൈവ പൈതന് അവകാശമില്ല കേട്ടോ. ആമേൻ തന്നെ ഒറ്റിക്കൊടുക്കുവാൻ വന്ന യൂദായെ യേശു കർത്താവ് വിളിച്ചൊരു പേരുണ്ട്. ആമേൻ സ്നേഹിത എന്ന്. ആമേൻ ഹല്ലേലൂയ. ഇതാണ് ഒരു ദൈവ പൈതന്റെ ഭാഷ എന്ന് പറയുന്നത്. ഏത് പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ കടന്നു വന്നാലും നമ്മുടെ വാക്കുകൾ എപ്പോഴും കൃപയോട് കൂടിയതായിരിക്കും. ഹല്ലേലൂയ. താഴ്മയുള്ളതായിരിക്കും. ആമേൻ ദൈവത്തെ ഭയപ്പെടുന്നതായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കർത്താവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇതാംശീതെ കടന്നു വരട്ടെ. യോശുവയെ ദൈവം ആശ്വസിപ്പിച്ചു, അവനെ ധൈര്യപ്പെടുത്തി. ഹല്ലേലൂയ. കൂടാതെ ആമേൻ സ്തോത്രം 2-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, പട്ടണത്തിന്റെ പിൻഭാഗത്ത് പതിയിരിപ്പ് ആക്കണം. ഇത് യഹോവ യോശുവയ്ക്ക് കൊടുത്തതായ നിർദ്ദേശമാ. പട്ടണത്തിന്റെ പിൻഭാഗത്ത് ഒരു പതിയിരിപ്പ് ആക്കണം. ആമേൻ ഹല്ലേലൂയ. ആ യോശുവയോട് കർത്താവ് എന്താണോ അരുളി ചെയ്തത്, എന്താണോ കൽപ്പിച്ചത്, എന്ത് നിർദ്ദേശമാണോ കൊടുത്തത്, അപ്രകാരം തന്നെ യോശുവ ചെയ്തത് കാണുവാൻ കഴിയും. ആമേൻ സ്തോത്രം. പതിയിരിപ്പ് ആക്കിയതിനു ശേഷം 9-ാം വാക്യത്തിലേക്ക് 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യോശുവയോ ആ രാത്രി ജനത്തിന്റെ ഇടയിൽ താമസിച്ചു. ആമേൻ സ്തോത്രം.
വിഷയങ്ങളുടെ നടുവിൽ ആമൻ രാത്രിയുടെ യാമങ്ങളിൽ ആമൻ സ്തോത്രം ദേശത്തിനു വേണ്ടി ജനത്തിനു വേണ്ടി ആമൻ ഇടിവിൽ നിൽക്കുന്ന ആമൻ ദൈവ മക്കൾക്ക് വേണ്ടി ആമൻ പ്രവർത്തിക്കുന്ന യഹോവയുടെ കരമുണ്ട്. ഹല്ലേലൂയ. അത് യോശുവയുടെ കാലത്ത് മാത്രമല്ല, ഇന്നും അത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരമത്രേ. ആമൻ സ്തോത്രം. രാത്രി ആമൻ യോശുവ ജനത്തിന്റെ ഇടയിൽ താമസിക്കുകയാ. ഒരു വിടുതൽ നടന്നേ പറ്റൂ, ഒരു അത്ഭുതം നടന്നേ പറ്റൂ. ആമൻ സ്തോത്രം. ഈ ജനത്തെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആമൻ സ്തോത്രം ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തിന് വിഘ്നം വരുന്ന ഒന്നിനും അനുവദിക്കുകയില്ല. ആമേൻ സ്തോത്രം. രാത്രിയിൽ യോശുവ ഇടിവിൽ നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. ആമേൻ ഹല്ലേലൂയ. ആമേൻ 8-ാം അധ്യായം ആമേൻ സ്തോത്രം 13-ാം വാക്യം വായിക്കുമ്പോൾ യോശുവ ആ രാത്രി താഴ്വരയുടെ നടുവിലേക്ക് പോയി. ഹായി രാജാവ് അത് കണ്ടപ്പോൾ ആമേൻ സ്തോത്രം ഹായി രാജാവ് നോക്കിയപ്പോൾ ഇതാ താഴ്വരയുടെ നടുവിലേക്ക് യോശുവ കടന്നു വരികയാ. ആമേൻ ഹല്ലേലൂയ. പട്ടണത്തിന്റെ പിൻവശത്ത് അവൻ തനിക്ക് വിരോധമായി പതിയിരിപ്പ് ഉണ്ട് എന്ന് അവൻ അറിഞ്ഞില്ല. ആമൻ സ്തോത്രം. ശത്രു നോക്കിയപ്പോൾ താഴ്വരയുടെ നടുവിലേക്ക് യോശുവ വരുന്നത് കണ്ടു. ആമൻ. എന്നാൽ ആ പട്ടണത്തിന്റെ പിൻഭാഗത്ത് പട്ടണത്തിന്റെ പിൻഭാഗത്ത് ആമൻ പതിയിരിപ്പുണ്ട് എന്നുള്ള കാര്യം ആമൻ സ്തോത്രം ശത്രു അറിയുവാൻ ഇടയായി തീർന്നില്ല. ആമൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. 15-ാം വാക്യം വായിക്കുമ്പോൾ യോശുവയും എല്ലാ ഇസ്രായേലും അവരോട് തോറ്റ ഭാവത്തിൽ മരുഭൂമി വഴിയായി ഓടി. ആമേൻ. ഇവിടെ ഒരു വിജയം ലഭിക്കുന്നതിന് വേണ്ടി അവൻ സ്വയം തോൽക്കുന്നത് പോലെ യോശുവ ഓടുകയാ. യോശുവയും ഇസ്രായേലും കൂടെ ഓടുകയാ. ആമേൻ സ്തോത്രം. അതിനു മുൻപ് ആമേൻ പട്ടണത്തിന് ചുറ്റും ആമേൻ പട്ടണത്തിന്റെ പിൻഭാഗത്തായി ആമേൻ പതിയിരിപ്പുണ്ട് എന്നുള്ള കാര്യം ശത്രു അറിയുന്നില്ല. ആമേൻ സ്തോത്രം. ഈ മഹാമാരിയുടെ കാലഘട്ടത്തില് എന്റെ ഹൃദയത്തിൽ വന്ന ഒരു ചിന്ത ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. ആരാധനാലയങ്ങളും കൂട്ടങ്ങളും ഒന്നും ഇല്ലാതെ എല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ ആമേൻ സ്തോത്രം പലരും പറയുന്നുണ്ടായിരിക്കാം, ആമേൻ സ്തോത്രം അവർ തോറ്റുപോയി. ഹല്ലേലൂയ. എന്നാൽ ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളില് കർത്താവിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാ. ആമേൻ സ്തോത്രം. അനേകം പതിയിരിപ്പുകാരെ, പ്രാർത്ഥനയുടെ പതിയിരിപ്പുകാരെ ആമേൻ സ്തോത്രം അഭിഷേകത്തോടെ ദൈവം ഓരോ ഗ്രാമങ്ങളിലും ദേശങ്ങളിലും പട്ടണങ്ങളിലും ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ള രഹസ്യം ആമേൻ സ്തോത്രം ആ വസ്തുത ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇവിടെ ഇതാ യോശുവ തോറ്റതുപോലെ ഓടുകയാ. ആമേൻ. അത് കണ്ടപ്പോൾ അവൻ സ്തോത്രം അവന്റെ പുറകെ അവൻ ആ പട്ടണത്തിലുള്ള എല്ലാവരും അവൻ പട്ടണം തുറന്നിട്ടേച്ച് അവൻ സ്തോത്രം ഇസ്രായേലിനെ പിന്തുടർന്നു. ഹല്ലേലൂയ. അവൻ ദുഷ്ട പിശാചേ അവൻ സ്തോത്രം നീ ഒരു ദൈവ പൈതലിനെ പിന്തുടർന്നു ഓടുമ്പോൾ അവൻ സ്തോത്രം ഒന്ന് പുറകോട്ട് നോക്ക്. അവൻ നിന്റെ ഇരിപ്പിടം തീ കത്തിയിരിക്കുകയാ. അവൻ സ്തോത്രം അവർ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത്. അപ്പോഴതാ അവൻ സ്തോത്രം ഹായി പട്ടണം തീയിട്ട് കഴിഞ്ഞു. അവൻ സ്തോത്രം അവൻ ഈ പ്രതിസന്ധിയുടെ ഈ നാളുകളിലെ ഹല്ലേലൂയ അവൻ സ്തോത്രം നാം തോറ്റുപോയി എന്ന് പലപ്പോഴും ശത്രു വിചാരിച്ചിരിക്കാം. ആമൻ. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ അനേകരുടെ ജീവൻ ആമൻ ഈ കോവിഡ് മുഖാന്തരം നഷ്ടമായി. ആമൻ തീർന്നു. ഇവരുടെ ആരാധന തീർന്നു. ആമൻ ഇവരുടെ ഉപവാസം തീർന്നു. ആമൻ ഇവരുടെ കൂട്ടായ്മകൾ തീർന്നു എന്നൊക്കെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ശത്രു നിരത്തുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇതാ അവന്റെ പാളയത്തിൽ തീയിടുവാൻ പോകുകയാ. ആമൻ സ്തോത്രം. അഭിഷേകമുള്ള ചിലതിനെ ആമൻ ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ സൈന്യത്തെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഒരു വലിയ ഉണർവിന്റെ കാറ്റിനെ ദൈവം അയക്കുവാൻ പോകുന്നു. ഒരു വലിയ മഴ ദൈവം പെയ്ക്കുവാൻ പോകുന്നു. എത്ര പേർ ആത്മാവിൽ അതിനെ കാണുന്നു. ഹല്ലേലൂയ. അവൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എന്റെ ഹൃദയം ആനന്ദത്താൽ നിറയുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്ന കാലമാണെങ്കിലും അവൻ സ്തോത്രം ഇപ്പോൾ അവൻ സ്തോത്രം ഭവനത്തിനകത്ത് മാത്രമാ ഈ ഓൺലൈൻ മീറ്റിങ്ങുകളും മറ്റുമായി ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാ എന്ന് ശത്രു വിചാരിക്കും. എന്നാൽ പുറത്തു കൊണ്ടുവരുന്നൊരു ദിവസമുണ്ട്. അഭിഷേകത്തിന്റെ അഗ്നി ശത്രുവിന്റെ പാളയത്തിൽ ഓരോ ദൈവ പൈതങ്ങളും ആയിരിക്കുന്ന ദേശത്ത് അവൻ അഭിഷേകത്തിന്റെ അഗ്നി വീഴുവാൻ പോകുകയാ. ശത്രുവിന്റെ പാളയം വെന്തെരിയുവാൻ പോകുകയാ. ആമൻ. ദുഷ്ട പിശാചിനത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ആമൻ. ഹല്ലേലൂയ. ഈ പ്രതിസന്ധിയിൽ നിന്ന് നാം പുറത്തു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ അധ്യായത്തിന്റെ 18-ാം വാക്യത്തില് ആമൻ യഹോവ യോശുവയോട് പറയുന്ന കാര്യമാ. ആമൻ. നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തുക. നാം കുറിവാക്യമായി വായിച്ചത് ഇപ്രകാരമാണ്. ഹായി പട്ടണക്കാരെയൊക്കെയും ആമൻ നിർമൂലമാക്കും വരെ കുന്തം ഏന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല. ദൈവാത്മാവുള്ള ഒരു ദൈവ പൈതലിന്റെ അവൻ ശത്രുവിന് നേരെയുള്ള ആയുധം എന്ന് പറയുന്നത് ജഡീകമല്ല, അത് ആത്മീകമത്രേ. ആമേൻ സ്തോത്രം. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ആമേൻ. അപ്പോൾ ജഡീകമായ ആയുധമുണ്ട്, അവൻ ആത്മീകമായ ആയുധമുണ്ട്. ഒരു ദൈവ പൈതലിന്റെ ആയുധം എന്ന് പറയുന്നത് ജഡീകമല്ല, ആത്മീകമത്രേ. ആമേൻ. ഹല്ലേലൂയ. യോശുവയുടെ
ആയുധം എന്ന് പറയുന്നത് ദൈവവചനം അവന്റെ ആയുധമായിരുന്നു. കർത്താവിന്റെ വചനം അവൻ പ്രമാണിച്ചു. ആമേൻ, ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടി അവൻ നിന്നു, വിശ്വാസത്തോടുകൂടെ നിന്നു. ആമേൻ, സ്തുതിയും ആരാധനയും അവന്റെ നാവിന്മേൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യോർദാൻ കടക്കുവാൻ കഴിഞ്ഞു. യെരിഹോ മതിൽ അവർക്ക് മുൻപിൽ വീണു. ആമേൻ, സ്തോത്രം. പ്രിയ ദൈവത്തിലെ, നമ്മുടെ ആയുധം എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകൊണ്ട് ഉരിയാടുന്ന, ആമേൻ, വായിൽ നിന്ന് പുറപ്പെടുന്ന മാനുഷികമാകുന്ന വാക്കുകളല്ല. ആമേൻ, ഒരു ആത്മീക പോരാട്ടമാണ് ഓരോ ദൈവ പൈതലിനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ, സ്തോത്രം. ശത്രുവിനെതിരെ ആത്മീയ യുദ്ധം ചെയ്യുന്ന ഏതൊരു ദൈവ പൈതലിനോടും കൂടെ കർത്താവ് പ്രവർത്തിക്കും. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകും. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ, സ്തോത്രം. ആമേൻ, ധീരതയോടുകൂടെ, ആമേൻ, സ്തോത്രം. ഈ പ്രതിസന്ധിയുടെ നടുവിലും ഒരു പരാജയം സംഭവിച്ചു പോയി എങ്കിലും ആമേൻ, അതിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ധീരതയോടെ നിന്ന ആമേൻ യോശുവയ്ക്ക് മുൻപിൽ ലോക ചരിത്രത്തിൽ ഇന്ന് വരെയും ഒരു മനുഷ്യന്റെ വാക്കിന് മുൻപിൽ ആമേൻ നിൽക്കുവാൻ കഴിയാത്ത ആമേൻ പ്രപഞ്ച ശക്തികൾ, ആമേൻ സൂര്യനും ചന്ദ്രനും ആമേൻ നിൽക്കുവാനിടയായി തീർന്നു. അതിന് കാരണം എന്തെന്നറിയാമോ? പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ കർത്താവിനെ സേവിക്കുവാൻ പുറപ്പെടുന്ന ഏതൊരു ദൈവ പൈതലിന് മുൻപിലും ഏതൊരു ശക്തിയും ദൈവം കീഴടക്കും. അത് നമ്മുടെ ശക്തി കൊണ്ടല്ല, ആമേൻ, കർത്താവ് ആ ദൈവ പൈതലിന് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. യോശുവയെ ദൈവം വലിയവനാക്കി. തന്നെത്താൻ വലിയവനാകുന്നവനല്ല വലിയവൻ, ആമേൻ, കർത്താവ് വലിയവനാക്കുന്നവൻ അത്രേ വലിയവൻ. ആമേൻ, സ്തോത്രം. ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ആമേൻ, ഹല്ലേലൂയ, യോശുവയെ പോലെ ധീരതയോടെ പ്രതിസന്ധികൾ കടന്നു വരാം. ആമേൻ, ഹല്ലേലൂയ. ഒരു യോർദാൻ ഉണ്ടെങ്കിൽ അത് കയറി ചെല്ലുന്നത് ഒരു യെരിഹോവിലേക്ക് ആയിരിക്കാം. ആമേൻ, ജീവിതയാത്രയിലുടനീളം ഒന്നിനു പുറകെ ഒന്നായി എല്ലാം സുഖമായി പോകുമെന്ന് ആമേൻ ആരും കരുതരുത്. ആമേൻ, ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ അതിനെ തരണം ചെയ്യുവാൻ നമുക്ക് വാഗ്ദത്തം ചെയ്ത കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടെ, ധൈര്യത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുകയാണ്. ആമേൻ, സ്തോത്രം. ഈ ഗ്രൂപ്പിലൂടെ ദൈവവചനം പങ്കുവെക്കുവാൻ തക്കവണ്ണം ആമേൻ എനിക്ക് അവസരം നൽകി തന്ന പ്രിയ റോസ്ലി ആന്റിയോട് ആമേൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.